ബസ് മാത്രമല്ല കേട്ടോ. ഓഫീസ് പോകുമ്പോൾ ടൈം ടിക്കറ്റ് 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 അവിടെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? എവിടെ? ഒരു ടവർ ജംഗ്ഷൻ. എന്നെ മനസ്സിലായില്ലേ? ബസ് ചാടി കയറിയപ്പോ തട്ടിയിട്ട് ഉരുണ്ട് വീണ്. മനസ്സിലായി. ചേഞ്ച് ഇല്ലേ? ചേഞ്ച് ഇല്ലാത്തോണ്ടാ. ഇതുപോലെ 2 രൂപയുടെ ടിക്കറ്റിന് 100ന്റെ നോട്ടും കൊണ്ട് 10 പേര് കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ 100 രൂപ നോട്ട് വരുമ്പോ ചില്ലറ ഇല്ലാന്ന് മുറുക്കാൻ കടക്കാരും ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരും പറഞ്ഞ സാധാരണക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യും? ബാക്കി കുറിച്ചിട്ടുണ്ട്. നിങ്ങളോടൊന്ന് മാറി നിൽക്കാൻ എത്ര പ്രാവശ്യം പറയുന്നു? സമ്മർദ്ദം കാണിക്കുന്നോ? ഇവൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ സിസ്റ്റർ, വൃത്തികേടെ കാണിക്കും. പോട്ടെ, സാരമില്ലെന്നേ, വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാ. സ്മാർട്ട് ആവല്ലേ? 2-3 ദിവസമായി ഇവന്മാർക്ക് ഈ രോഗം തുടങ്ങിയിട്ട്. രോഗം ഞങ്ങൾക്കല്ല, നിനക്കാ. അല്പക്കൂടെ മാന്യമായിട്ടൊക്കെ പെരുമാറിക്കൂടെ സഹോദര? നീ ആരടാ ഇവളുടെ ലോക്കൽ ഗാർഡിയനോ? അതെ, ആണെന്ന് തന്നെ വെച്ചോ. നിന്റെയൊക്കെ ധൈര്യം ഒന്ന് കാണിച്ച് ചോണുണ്ടെങ്കിൽ തൊട്ട് നോക്കണം. ഒന്നുകൂടെ തൊട്ടാൻ എന്തിയോടാ? എന്തിന് കാണിക്കണം? തൊട്ട് നോക്കണം, തൊട്ട് നോക്കണം. ട്രെയിനിങ് ഇവിടെ അല്ല കാണിക്കുന്നത്, ബസ്സിനകത്ത്. എന്ത് തോന്നിയാസം കാണിക്കാം? അങ്ങനെ സമ്മതിക്കണ്ട. പൗരബോധമുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. എനിക്ക് സ്വല്പ ജോലിയുണ്ട്. പഠിച്ചിട്ട് എന്നടാ എവരും കണ്ടക്ടറായിട്ടൊക്കെ പറഞ്ഞത് കേട്ടോ? യാത്ര ചെയ്യാൻ യോഗ്യതല്ല. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ ചേട്ടാ. അവനിങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കിട്ടൂടാ. കിട്ടിയാൽ നീ ഞൊട്ടും പോടാ. പിന്നെ നമ്മള് പാളയൊക്കെ കഴിഞ്ഞിട്ട് എന്നടാ വന്നത്? പിന്നെ പോടാ. അതെ, സാറിന്റെ പരിമിതികൾ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരുടെ സിമ്പതി ഒന്നും എനിക്ക് ആവശ്യമില്ല. അയ്യോ, സിമ്പതിയുടെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള ബാക്കി കിട്ടിയില്ല. 98 റുപ്പീസ്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണേ. ഓ പാരയായി. എന്താണ് കാണിക്കുന്നത്? ആകെപ്പാടെ ഇത്രയും സ്ഥലമുണ്ട്. വണ്ടി റിവേഴ്സ് എടുക്കണോ? കണ്ണും മൂക്കും ഇല്ലാതെ കയറി വരുമ്പോ ആലോചിക്കണം. ഓട്ടോ റിവേഴ്സ് എടുക്കണോ? എന്തോ ലക്കും ലഗാനും ഇല്ലാതെ വന്ന് കയറിയതും പോലെ ന്യായം പറയുന്നോ? ഞാൻ വേണം ഓട്ടോ പുറകിലേക്ക് എടുത്തോളാം. താൻ വലിയ വിട്ടുവീഴ്ചയൊന്നും കാണിക്കണ്ട. സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോ. 1 ഇഞ്ച് ഇത് പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. അല്ല പിന്നെ വിഷ്ണു, താനാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. ഇടോ, വലിയ വണ്ടികളെ കാണുമ്പോ ചെറിയ വണ്ടികളെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും വിനയത്തോടെയും പെരുമാറണം. അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? വാദിയാണെന്നും പ്രതിയാണെന്നും ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത്. നീ വന്നേ. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അല്ല, നീ എന്താ ഇവിടെ? എനിക്കിവിടെയാ ജോലി. എവിടെ? ഇൻഡോ അറബ് ട്രാവൽസില്. ഓഹോ, അപ്പൊ ആ മുങ്ങി നടക്കുന്ന കൃഷ്ണൻകുട്ടി നീയാണല്ലേ? കൊള്ളാം. ആ, ഞാനും ആ വഴിക്കാ പോകുന്നത്. നീ ആ ഓട്ടോ വിട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ബോംബെയിലാ, ഇപ്പൊ ലീവിലാ. അയ്യോ, സമയമായി. 9:45 ആയുള്ളൂ. അത്രേ ആയുള്ളൂ. പക്ഷെ ഇന്ന് അല്പം നേരത്തെ എത്തണം. അതെ, ഓഫീസിലെ റീജിയണൽ മാനേജറായിട്ട് ഒരു കോന്തം വിദ്യാസുരൻ ചാർജ് എടുത്തിട്ടുണ്ട്. 3-4 ദിവസത്തെ മുങ്ങലിന് ശേഷം ഞാൻ ഇന്നാ ജോയിൻ ചെയ്യാൻ പോണേ. അയാൾ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഒപ്പിട്ട് വെക്കാം. അപ്പൊ എന്റെ ആബ്സെന്റ് ഒക്കെ പ്രസന്റ് ആയി മാറും. പിന്നെ അങ്ങനെ സോപ്പിട്ട് മസ്ക് അടിച്ച് ഞാൻ വലയ വീഴ്ത്തിക്കോളാം. ഏതായാലും ഞാനും കൂടെ നിന്റെ ഓഫീസിലൊന്ന് വരാം. എന്തിനാ? നിന്റെ ഓഫീസൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. എന്നാ വാ, വെൽക്കം. ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇവിടെ ഭരണമൊക്കെ ഞാനാ നടത്തുന്നത്. ഇത് വാസു, ഞങ്ങളുടെ പ്യൂൺ വാസു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഈ TV സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നെ വലിയ ബഹുമാനാണ്. നീ ഇരിക്കെ വാസു. ഒരു ചേരങ്ങെടുത്ത്. എന്നാ ഓഫീസിനകത്ത് കയറുന്നതിന് മുമ്പെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു നിനക്ക്? സ്റ്റാഫിന്റെ മുന്നിലൊക്കെ എനിക്ക് എന്ത് വിലയായിരുന്നെന്ന് അറിയാമോ? നീ കാരണം എല്ലാം നഷ്ടപ്പെട്ടു. ഓ, ആ പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. ഓഹോ, ഇതാണോ കുറച്ച അവസ്ഥ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഈ TV നാടകവും ഒരുമാതിരി അലന്ന സ്പോൺസേഡ് സീരിയലും ഒക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം.
അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം എന്റെ കൂടെ ജോലി ചെയ്താൽ മതി. അല്ല, ഒരു കലാകാരന്റെ അന്തർദാഹം. അന്തർദാഹം അത് നല്ല പൈപ്പോളം കുടിച്ചാൽ മാറിക്കോളും. ടിവിയിൽ അഭിനയം വേണോ ഓഫീസ് ജോലി വേണോ എന്ന് ഇന്ന് തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അഭിനയം വേണ്ട, ജോലി മതി. പിന്നെ പുറത്ത് വെച്ച് നീ എന്നോട് കാണിക്കുന്ന ഈ സ്വാതന്ത്ര്യമൊന്നും ഓഫീസിൽ വെച്ച് കാണിക്കരുത്. അവിടെ നീ ക്ലർക്കും ഞാൻ ബോസുമാണ്. മതി മതി, ഇനി കുറച്ചു നേരത്തേക്ക് നിന്റെ ഈ സ്റ്റഡി ക്ലാസ് ഒന്ന് നിർത്ത്. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് നിന്റെ ഇവിടുത്തെ താമസമൊക്കെ? കുഴപ്പമില്ല. എന്നാലും ഇത്രയും വലിയ വീട്ടില് ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്താ പ്രേതം വരും? അതിപ്പോ നീ ഉള്ളിടത്ത് പ്രേതം വരുമോ? പിന്നെ വിഷ്ണു, ഇന്നലെ ദയാനന്ദ സാർ എന്നോട് ചോദിക്കുക, കൽക്കട്ടയില് നമ്മൾ ഒരു വീട്ടില് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് കഴിഞ്ഞതുപോലെ ഇവിടെയും ഒരുമിച്ച് താമസിച്ചൂടെ എന്ന്. അതെയോ? അതിന് ഞാനാണ് റീജിയണൽ മാനേജർ എന്ന് നിനക്ക് ഇന്നല്ലേ മനസ്സിലായത്? പറഞ്ഞ പോലെ അതും ശരിയാണല്ലോ. ഇനി ഞാൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. മതി മതി മതി, എടാ കിടന്ന് ഉരുളാതെ. കൽക്കട്ടയിൽ താമസിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ കഴിഞ്ഞോളാമെങ്കിൽ ഇവിടെയും താമസിച്ചോ. മനസ്സിലായില്ല. എന്റെ ഒരു പേഴ്സണൽ കുക്കും കൂടിയായിട്ട്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഏതായാലും പാചകത്തിന്റെ കാര്യത്തിൽ നീ ആളൊരു കൊച്ചുമെടുക്കനാ. ഇന്ന് തന്നെ ഇങ്ങോട്ട് താമസം മാറ്റിക്കും. നീ ഇങ്ങനെ പെട്ടെന്ന് 1 രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ നേരാനാ? എങ്ങനെയെങ്കിലും രൂപ ഉണ്ടാക്കി ക്യാഷ് ബാലൻസ് ശരിയാക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നവും. രൂപ കൊടുത്തിരിക്കുന്ന മുഴുവൻ കച്ചവടക്കാർക്കാ, അവർ ഒന്നിച്ചിട്ടല്ലോ. അല്ല, അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഏത് മുഖേനയും ക്യാഷ് മറിച്ച് എന്തിന് എന്റെ ജോലി പോകും. മാത്രമല്ല ചീറ്റിംഗ് കേസിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. 1-2 ആഴ്ചക്കായി ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. നീ ചെല്ല്. ആരായി കൊച്ചു വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? കൈയെടുത്തോടാ അവിടുന്ന്. ഈ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. എവിടുന്നാ രാവിലെ കുറ്റിയും പറിച്ച് പോന്നിരിക്കുന്നത്? എന്തുവാടാ? നീ ആരാടാ? നീ ഏറാടാ? എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. സൂക്ഷിച്ചില്ല നീ ഒലത്തിക്കളയോടാ. ഒലത്തേം ചെയ്യും ഉരുട്ടേം ചെയ്യും. മനുഷ്യ വിഷ്ണു, വിഷ്ണു, വിഷ്ണുന്റെ ആരാ? മാറി കൊടുക്കടാ. അതെ വിഷ്ണു. ഞാനിവിടെ പോടാ. വിഷ്ണു, വിഷ്ണുടെയാ? അയ്യോ, അതെ വിഷ്ണു. വിഷ്ണു ജോഗിങ്ങിന് പോയിരിക്കാ. എന്റെ പേര് കൃഷ്ണൻകുട്ടി. ഞാൻ വിഷ്ണുവിന്റെ ഓഫീസിൽ ജോലി നോക്കുക. അപ്പൊ ഞാനും വിഷ്ണു കൂടെ ഉള്ള പന്തയത്തിൽ വിഷ്ണു ജയിച്ചു. എന്ത് പന്തയം? അല്ല, അവന്റെ അളിയൻ ഇവിടെ വരുമ്പോ ഞാൻ എത്ര ചൂടായാലും സംസ്കാരവും വിവരവും ഉള്ള അളിയൻ തിരിച്ചിങ്ങോട്ട് ചൂടാവില്ലെന്ന് വിഷ്ണു. ചൂടാവുമെന്ന് ഞാൻ. വിഷ്ണു ജയിച്ചു. അതിന് ഞാൻ ഇവിടെ വരും നിനക്കെങ്ങനെ അറിയാം? അത് വിഷ്ണു, നിങ്ങൾ വിഷ്ണുവിന് അയച്ച കത്തിന്റെ വിവരം അവൻ എന്നോട് പറഞ്ഞു. അത് നിങ്ങൾ കത്തൊന്നും അയച്ചില്ലല്ലോ. അതെന്താ കത്തയക്കായിരുന്നത്? വിളച്ചിലെടുക്കല്ലേ? വിളച്ചിലെടുക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ചേച്ചി, യാത്രയൊക്കെ സുഖമായിരുന്നോ? വിഷ്ണു പറഞ്ഞത് എത്ര ശരിയാ. സ്നേഹവും വാത്സല്യവും അന്തസ്സും ആഭിജാത്യവും കുടുംബ മഹിമയും നിങ്ങളുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ പോസ്റ്റർ പോലെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എന്നവൻ പറഞ്ഞോ? വിഷ്ണു സ്നേഹമുള്ളവനാ. ഞാനും. സ്നേഹമാണഖിലസാര. എത്തിയല്ലോ. വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 100 ആയിസ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇത്ര രാവിലെ? വേഗം റെഡിയാകെ. നിന്നെയും കൊണ്ട് വാഴക്കുളത്തൊരു പെണ്ണ് കാണാൻ കൂട്ടിക്കൊണ്ടുപോകാമെന്നാ ഞങ്ങള്. അയ്യോ, ഇങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ പറഞ്ഞാൽ എങ്ങനെ? മുന്നറിയിപ്പ് തരരുത്. കൊടുങ്കാറ്റ പേമാരിയാണോ? വെറും ഒരു പെണ്ണ് കാണൽ. അതെ. ഇതിനെങ്കിലും ഒഴിവൊഴിവ് പറയരുത്. നല്ല ആലോചനയാ. എങ്ങനെ ഇത് നടത്തണം? എന്നാ പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച. ശുഭകാര്യമല്ലേ വിഷ്ണു, മാറ്റി വെക്കരുത്. ചേച്ചിയും അളിയനും കൂടി എന്തുമാത്രം ബുദ്ധിമുട്ടിക്കാണും. അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ഐശ്വര്യമായിട്ട് പോയിട്ടിങ്ങി വരാം. നമുക്കോ? നമുക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ 3 രൂപ. വേഗം റെഡിയാകെ. ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അല്ല, എന്റെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ? കണ്ടീഷൻസ് എല്ലാം ഓക്കെ, ഡബിൾ ഓക്കെ. എന്നാ ഞാൻ പോയി പെട്ടെന്ന് അല്ല ഏട്ടാ, എന്താ ഈ കണ്ടീഷൻസ് എന്നറിയാൻ എനിക്കൊരു താല്പര്യമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇവനിതാരടെ? എടേ തന്നെ ഒരിക്കൽ കൂടെ വിളിക്കേട്ടാ. എന്തുവാടേ? ഒരിക്കൽ കൂടെ വിളിക്കേട്ടാ. പോടേ. മോടെ പേരെന്താ? സുധ. ഏതുവരെ പഠിച്ചു? BSc. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾ എല്ലാ കാര്യത്തിലും മുന്നിലാ. എത്ര ആലോചനകൾ വന്നതാ, ഒന്നും ജാതകം ചേരുന്നില്ല. ജാതകത്തിന്റെ കാര്യത്തിൽ ഇത് നല്ല ചേർച്ചയാണ്. എല്ലാ പൊരുത്തങ്ങളും വളരെ കൃത്യമായി. അവർക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ആവാം. അതെ അതെ, അതാണല്ലോ അതിന്റെ ഒരു രീതി. आपको कर्नाटिक संगीत जानता है? അല്ല, പയ്യന് മലയാളം അറിയില്ലേ? കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ? ഇല്ല. കാംബോജിയിൽ ഒരു കീർത്തനം ആലപിക്കാം. അയ്യോ, കർണാടക സംഗീതം ഒന്നും അറിയില്ല. പോകാം. അല്ല, നിങ്ങൾ പെണ്ണ് കാണാൻ വന്നതാണോ കച്ചേരിക്ക് ബുക്ക് ചെയ്യാൻ വന്നതോ? വിഷ്ണു, നാണം കെടുത്തരുത്. കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നീ കണ്ടീഷൻസ് ഒക്കെ വേണ്ടാന്ന് വെക്കുമെന്ന് നിന്റെ പെങ്ങളാണ് പറഞ്ഞത്. സോറി,
ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഈ വിവാഹം നടക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാൻ എന്റെ കണ്ടീഷൻസ് ഒക്കെ താനെ അങ്ങ് പിൻവലിച്ചോളൂന്നോ? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാണ് എന്റെ കണ്ടീഷൻസ് ഓക്കെ ആണോ എന്ന്. ആ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്ത് കാണും? ഓഹോ, അതാണ് പ്രശ്നം. അവളുടെ ഫീലിംഗ്. ആ പെണ്ണിന്റെ തള്ളയുടെയും തന്തയുടെയും മുമ്പിൽ ഞങ്ങൾ ഷൂ നായിപ്പോയി. ഷൂ നായണം. നോക്കി, ഇതുപോലുള്ള വല്ല പ്ലാനും പദ്ധതിയും പറഞ്ഞ് എന്നെ കൊണ്ട് കെട്ടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തമാണ്. എന്താ ചെയ്യാ? അല്ല ഏട്ടാ, വിഷ്ണു ഇപ്പൊ വിട്ടിന്ന് വിളിച്ചത് കുറുപ്പേട്ടനാണോ അതോ ചേച്ചിയെ? വിളച്ചിലെടുക്കല്ലേ? ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്നത്. അല്ല, ചൊറിക്ക് നല്ല ബെസ്റ്റ് മരുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ, ബീറ്റെക്സ്. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയില്ലയോടാ? കൃഷ്ണൻകുട്ടി കേട്ടില്ലേ അവന്റെ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ? അല്ല, ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ ഈ കണ്ടീഷൻസ്? കണ്ടീഷൻസ് അല്ല, അവന്റെ വിവാഹക്കാര്യല്ലേ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാനും ഇടപെടാം. ആരിടപെട്ടിട്ടും കാര്യമില്ല. ഒന്നാമത് ചൊവ്വാദോഷമുള്ള ജാതകമാ. കൂട്ടത്തിൽ 7 കണ്ടീഷൻസും കൂടി ആവുമ്പോ നിത്യ ബ്രഹ്മചാരിയായി പച്ചിലെന്തെന്ന് ആശ്രമത്തിൽ കഴിയേണ്ടി വരും. എന്നിട്ടും കണ്ടീഷൻസ് എന്താണെന്ന് ചേട്ടൻ പറയുന്നില്ലല്ലോ. ഒന്നാമത് കുട്ടി ശാലീന സുന്ദരിയായിരിക്കണം. ഗ്രാമീണ സൗന്ദര്യം, നെറ്റി ചന്ദനക്കുറി, മുടിയിൽ തുളസിക്കതിർ, ആകെ മൊത്തം കാച്ചി എണ്ണയുടെ മണം. ഈ എണ്ണയുടെ മണം ഒഴിച്ച് ബാക്കിയെല്ലാം സഹിക്കാം. നാടൻ വേഷത്തിനോടൊപ്പം മോഡേൺ വേഷവും ധരിക്കാൻ സന്നദ്ധയായിരിക്കണം കുട്ടി. അത് ധരിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് ന്യായം. എന്നാ പുറകെ വരുന്ന അന്യായങ്ങൾ കേട്ടോ. പെണ്ണിന് നമ്മുടെ നാടൻ കഞ്ഞിയും കറിയും വെക്കാൻ മാത്രമല്ല വെസ്റ്റേൺ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ കുക്കിംഗും അറിഞ്ഞിരിക്കണം. അതെന്തിനാ? വല്ല ഹോട്ടലിൽ നടത്താൻ ഉദ്ദേശമുണ്ടോ? നീ എന്തുവാടേ? അവൻ ഉത്തരേന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെ ധാരാളം ഫ്രണ്ട്സ് ഇല്ലേ? അവരൊക്കെ വരുമ്പോ വെച്ചു വിളമ്പി കൊടുക്കണ്ടേ? അവന്റെ ഫ്രണ്ട്സിന്റെ ഭാഗ്യം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കുട്ടിക്ക് ഹിന്ദി അനായാസമായി എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതെന്തിനാ? ഹിന്ദി ക്ലാസ് നടത്താൻ ഉദ്ദേശമുണ്ടോ? അതല്ലടേ, അവന് ട്രാൻസ്ഫർ ആയി ബോംബെക്കോ ഡൽഹിയിലോ പോകേണ്ടി വന്നാലോ? പിന്നെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കർണാടക സംഗീതത്തിൽ പരിജ്ഞാനം വേണം. ഇതിനെല്ലാം പുറമെ ഭാര്യ ധൈര്യശാലിയായിരിക്കണം. വൈജയന്തി IPS പോലെ. അതാരടേ? എന്റെ വകയിലൊരു ബന്ധുവാ. പക്ഷെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നെ എന്തിനാണടേ IPSന്റെ കാര്യമൊക്കെ എഴുന്നള്ളിക്കുന്നത്? ഇത്രയും കണ്ടീഷനൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. പറ. 7 കണ്ടീഷനല്ലേ ഉള്ളത്? അതെ. 7 കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഓരോ കണ്ടീഷൻ വീതം ഓക്കെ ആയ 7 പെൺകുട്ടികളെ തപ്പി അവരെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലോ? തൊലിക്കല്ലേ? തൊലിക്കല്ലേ എന്ന് നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ? ചേട്ടൻ സെന്റിമെന്റിലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ, 7 കണ്ടീഷൻ അല്ല 10 കണ്ടീഷൻ ഉള്ളവരെ ഞാൻ തപ്പിത്തരാം. അതെ. You know, there is a difference of 1,45,000 rupees in the bank reconciliation statement. അത്രയും വരാൻ സാധ്യതയില്ല. What do you mean? ക്യാഷ് ബുക്കിലെ പല റെസിപ്റ്റ്സും നിങ്ങൾ ബാങ്കിൽ റിമിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ തുകകൾ മുഴുവൻ തിരിമറി നടത്തിയിരിക്കുകയാണ്. This is a case of fraudulent misappropriation. You know, Mr. Wilfred, ഇത് കേസ് ക്രിമിനൽ ആണ്. എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തേ പറ്റൂ. സാർ, എനിക്ക് പെട്ടെന്ന് കാശിന് കുറച്ച് അത്യാവശ്യം വന്നപ്പോ റോൾ ചെയ്തതാ. ഓഫീസിലെ ക്യാഷ് എടുത്താണോ റോൾ ചെയ്യുന്നത്? ഒരബദ്ധം പറ്റിയാണ് സാർ. പ്ലീസ്, ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. സാർ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ഓക്കെ. വിത്തിൻ 24 hours നിങ്ങൾക്ക് എമൗണ്ട് കൂടെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ് സാർ. Then I am very sorry, Mr. Wilfred. You be prepared to face the consequences. കുറച്ച് സാവകാശം. നിങ്ങൾക്ക് പോകാം. അല്ല വിഷ്ണു, വിൽഫ്രഡിന് അല്പം കൂടെ സാവകാശം കൊടുത്തൂടെ? പോലീസ് കേസ് എന്നൊക്കെ പറയുമ്പോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്? അല്ല, അവൻ വെറും ഒരു തല്ലിപ്പൊളി പാർട്ടിയാ. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഗ്യാങ് അവന്റെ കൂടെ ഉണ്ടേ. എന്ന് വെച്ച് ഞാനും ആ ഗ്യാങ്ങിൽ ചേർന്നോ? ഞാനിപ്പോ പുതിയ ആൾക്കാരെ അവൻ ഗ്യാങ്ങിൽ ചേർക്കുമെന്ന് അറിയില്ല. Get out. Get out. പോലീസ് സ്റ്റേഷൻ. താനാണോ ഇൻഡോ അറബ് ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന വിൽഫ്രഡ്? അതെ സർ. യു ആർ അണ്ടർ അറസ്റ്റ്. അതെ, ഇന്നത്തെ ഈ പത്രത്തിൽ ഒരു ലേഖനമുണ്ട്. വനിതാ കണ്ടക്ടർമാർ സേവനത്തിന്റെ പാതയിൽ ഒരു പുതിയ വിഭാഗം. വായിച്ചോ?
ആ വായിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അത് ഞാൻ എഴുതിയതാ. അപ്പൊ നിങ്ങളാണോ അബ്ദുൽ ഖാദർ? അത് പിന്നെ എന്റെ തൂലിക നാമമാ. യഥാർത്ഥ പേര് കൃഷ്ണൻകുട്ടി എന്നാ. ലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇരിക്കൂ. ഇതാ സാർ. ഇതൊന്നും വേണ്ട. വിശ്വാസമില്ലാത്ത കണ്ടക്ടർമാരെ മാത്രം ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? സമ്മതിച്ചു, അല്പം പ്രായക്കൂടുതലാണ്. പക്ഷേ എന്റെ മനസ്സ് ഇന്ദുവിനേക്കാൾ ചെറുപ്പാണ്. ഒരുപാട് അന്വേഷിച്ചു, ഇപ്പോഴാണ് കണ്ടെത്തിയത്. എന്നൊരു സമ്മതം മൂടൽ മാത്രമാണ് എനിക്ക് ആവശ്യം. ഇന്ദു എസ് പറയുന്നവരെ എന്നും ഞാൻ ഈ ബസ് കയറിക്കൊണ്ടേയിരിക്കും. വരട്ടെ. തലമൂത്ത് നരച്ചിട്ടും. ഇത് അതോറിറ്റീസിനോട് കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? അതൊന്നും വേണ്ട. കുറച്ചുനാളിങ്ങനെ നടക്കുമ്പോ പുള്ളിക്കാരനെ തന്നെ മടുത്തോളും. അല്ല, ഞാൻ വേണമെങ്കിൽ ഇടപെടാം. അയ്യോ വേണ്ട. അതൊക്കെ പോട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. പത്രത്തിൽ വനിതാ കണ്ടക്ടർമാരെ കുറിച്ച് എഴുതിയത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അതെ. അത് എഴുതിയ അബ്ദുൽ ഖാദറെ KSRTCയിലെ സ്റ്റാഫാ. ഞങ്ങളെയൊക്കെ കാണിച്ചതിന് ശേഷമാ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത് തന്നെ. ആളിറങ്ങണം. ചമ്മണ്ട സ്റ്റോപ്പ് ആകട്ടെ. TV സീരിയലിലെ അഭിനയൊന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ TV സീരിയൽ അഭിനയിക്കുന്ന ആരാ? എനിക്ക് നിങ്ങളെ നേരത്തെ പരിചയമുണ്ട്. നിങ്ങൾ അഭിനയിച്ച മിക്ക സീരിയലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. മുഖസ്തുതി പറയാണെന്നൊന്നും കരുതണ്ട. നിങ്ങളുടെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടം. മഞ്ചാടിച്ചോപ്പുമിനുങ്ങും നിന്നാരച്ചെപ്പുകിലുങ്ങും മഞ്ചാടിച്ചോപ്പുമിനുങ്ങും നിന്നാരച്ചെപ്പുകിലുങ്ങും കാണാടും പൂങ്കൊമ്പിൽ പാടാൻ വരുമോ? ആരാരും കാണാ പൊൻതൂവൽ തരുമോ? സ്വർണ്ണപ്പൂമയേ മെല്ലെ ചൊല്ലാമോ? നീ എന്നുള്ളിൽ കണ്ടിട്ടേനല്ലേ? മഞ്ചാടിച്ചോപ്പുമിനുങ്ങും നിന്നാരച്ചെപ്പുകിലുങ്ങും ചൊല്ലും സല്ലാപം ഈറൻ ചുണ്ടിൽ ചോക്കുമ്പോൾ മാറിൽ വിങ്ങും മൗനം പാടുന്നു. കാതിൽ ചൊല്ലും സല്ലാപം ഈറൻ ചുണ്ടിൽ ചോക്കുമ്പോൾ മാറിൽ വിങ്ങും മൗനം പാടുന്നു. വർണ്ണത്തെല്ലായും വരമായും നിറമായും ഉള്ളിൽ എന്നെന്നും എന്നെന്നും തെളിവേണം നീ. മഞ്ചാടിച്ചോപ്പ് മിനുങ്ങും മിന്നാരച്ചെപ്പ് കിലുങ്ങും
സ്വപ്നങ്ങൾ മെല്ലെ പെയ്യും വർണ്ണങ്ങൾ തമ്മിൽ തമ്മിൽ ചേരവേ ഉള്ളിൽ പൂക്കും സ്വപ്നങ്ങൾ മെല്ലെ പെയ്യും വർണ്ണങ്ങൾ തമ്മിൽ തമ്മിൽ ചേരവേ മഞ്ചാടിച്ചോപ്പുമിനുങ്ങും മിന്നാരച്ചിപ്പ് കിളുങ്ങും താണാടും പൂങ്കൊമ്പിൽ പാടാൻ വരുമോ